നമ്മൾ ആദ്യം ഗൾഫിൽ വന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു ജോബ് കിട്ടുക. ഒരു ജോബ് കിട്ടിയാൽ മതി, സാലറി എത്രയും കുഴപ്പമില്ല, 1500 2000 എന്തായാലും ഒരു ജോലി കിട്ടുക. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കരഞ്ഞ് അങ്ങനെ ഒരു ജോലി നമുക്ക് കിട്ടി എന്ന് 1500 അല്ലെങ്കിൽ 2000 രൂപ കിട്ടുമ്പോൾ നമുക്ക് എത്ര സന്തോഷം, എന്ത് ഹാപ്പി അല്ലേ. നമ്മളന്ന് പള്ളിയിലേക്ക് പോകും, രാവിലെ തഹജ്ജുദ് നിസ്കരിക്കും, ഒരുപാട് കരയും, പള്ളിയിലേക്ക് ഇത്ര പൈസ കൊടുക്കും, ഇത്ര യാസീൻ പോകും, അങ്ങനെ ഇങ്ങനെ ആയിട്ട് പാർട്ടി കൊടുക്കും. ഒരു 2000 രൂപ ജോലി ഇട്ടാലും നല്ലൊരു സന്തോഷമാണ് അല്ലേ. പിന്നെ പണി കിട്ടി 2000 രൂപയ്ക്ക് കയറി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുക്കണമെന്നൊരു ചിന്ത വരുന്നത്. പക്ഷേ എനിക്ക് ഈ സാലറി പോരാ, 2000 എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ 3000 ആയി 3500 ആയി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം മെല്ലെ മെല്ലെ കുറഞ്ഞു വരാൻ തുടങ്ങി. നമുക്ക് 3000 4000 രൂപ ആൾക്കാർ സാലറി നോക്കാൻ തുടങ്ങി, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, അങ്ങനെ വേറെ നോക്കി. അപ്പോൾ അവന് 2000 നല്ല ഹാപ്പി ആയിരുന്നു ആദ്യം. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ അവന് ഹാപ്പി ഇല്ലാതായി, അതിന് 3 കിട്ടണമെന്നായി. അപ്പോൾ 3 കിട്ടുന്ന ഒരു കമ്പനിയെ തേടി അങ്ങനെ 3000 രൂപ 4000 രൂപേൻ്റെ ഒരു കമ്പനി കിട്ടി. മാഷാ അല്ലാഹ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്. 4000 കിട്ടിയപ്പോൾ കുറച്ച് ആദ്യം സന്തോഷിച്ച്, പിന്നെ ഇത് മതിയാതെ വരുന്നു. കാരണം 4000 രൂപ അവൻ്റെ ചിലവും കൂടി, അവൻ നല്ല റൂമിലേക്ക് മാറി, അപ്പോൾ ചിലവ് കൂടി. അപ്പോൾ 4000 നിന്ന് ഇത്ര 6 പോയി. അപ്പോൾ 6000 കിട്ടുമ്പോൾ അവന് പിന്നെ ഒരു ചിന്ത, 6 മതിയാവുന്നില്ല, ഫാമിലിനെ കൊണ്ടുവരണം, നല്ലൊരു റൂമും കൂടി. പിന്നെ കുറച്ചും കൂടി റൂമിലേക്ക് എത്തി. ഇപ്പോൾ ടെൻഷനായി, ഇനിയിപ്പോൾ ഫാമിലിനെ കൊണ്ടുവരണം, ഇത് മതിയാവില്ല. അങ്ങനെ 10 എത്തി. 10 ആകുമ്പോൾ പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് കിട്ടുമ്പോൾ അത് മതിയാവുന്നില്ല. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫിക്കേഷൻ എന്നത് ഈ ദുനിയാവിലില്ല. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ സന്തോഷം? ഈ 10000 രൂപ സാലറി ഉള്ളവനോട് ചോദിച്ചാൽ അവൻ ഹാപ്പി അല്ല. അവൻ പറയുന്നത് എനിക്കിത് മതിയാവുന്നില്ല, കുട്ടികൾ 2 പഠിക്കുന്നുണ്ട്. 6000 രൂപ സാലറി ഇട്ടെന്ന് പറയുന്നു, എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്, റൂമിൽ അതിന് പൈസ ആവുന്നില്ല, അങ്ങനെ എൻ്റെ ഇത് ക്രെഡിറ്റ് കാർഡ് ഫുൾ. 2000 കിട്ടിയവനോട് ചോദിച്ചു നോക്കിയേ, എനിക്ക് ഇത് എന്ത് 2000 രൂപ ഞാൻ എന്ത് ചെയ്യാനാണ്, വീടിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ജോലി ആദ്യം ജോലിക്ക് കയറിയിട്ട് 1500 രൂപ വർക്ക് ചെയ്യുന്നതിനോട് ചോദിച്ചാൽ ഇപ്പം കയറി, ഇന്നലെ കയറി, നല്ല ഹാപ്പി ആയിരിക്കും. അപ്പം കിട്ടിയതേ ഉള്ളൂ ജോബ്. അപ്പോൾ ഉള്ളത് കൊണ്ട് അവൻ സാറ്റിസ്ഫിക്കേഷൻ ആണ്, നല്ല സന്തോഷമാണ്. കുറച്ചും കഴിഞ്ഞാൽ ആ സന്തോഷമാവും. ആരൊക്കെ കിട്ടിയതിൽ സന്തുഷ്ടരാകുന്നോ അവർ മാത്രമാണ് ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ഹാപ്പി ആവുന്നത്. അപ്പം നമ്മൾക്ക് 2000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും, 1000 രൂപ ശമ്പളം കിട്ടുന്നെങ്കിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ തെറ്റുന്നത് ഇപ്പോൾ മറ്റുള്ളവനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ സന്തോഷം പോകുന്നത്. കറക്റ്റല്ലേ? സന്തോഷം എന്ന് പറയുന്നത് ആരും തരുന്നതോ പൈസ തരുന്നതോ വലിയ വീട് കിട്ടുന്നതോ വലിയ സാലറി കിട്ടുന്നതോ അല്ല. ഉള്ളത് കൊണ്ട് ഹാപ്പിനെ വെച്ചിട്ട് അതാണ് സന്തോഷം. സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. 1000 രൂപ കിട്ടുന്ന അതേപോലെ ജീവിക്കാൻ പറ്റുമല്ലോ. പിന്നെ എന്തിന് പുതിയ റൂമിലേക്ക് മാറി, വലിയ റൂമിലെ ചെറിയ റൂം തന്നെ എടുത്ത് അങ്ങനെ ജീവിച്ചാൽ പോരെ അതേ സാലറിയിൽ? അത് പറ്റുന്നില്ല. മഖാബിർ എന്ന് സൂറത്ത് പറയുന്നത് തന്നെ. മനുഷ്യന് ഈ സമ്പത്തിനോടുള്ള ആർത്തി തീരില്ല. അവനെ കൊണ്ടുപോയി കബറിൽ വിട്ട് മണ്ണ് മൂടുന്നത് വരെ അവൻ എനിക്ക് കിട്ടണം എന്നൊരു ആർത്തി ഒരിക്കലും അവൻ്റെ തീരില്ല. മണ്ണ് മൂടുന്നത് വരെ ഏതൊരു മനുഷ്യൻ്റെ കയ്യിൽ ഇപ്പോൾ വില 3-4 സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയോട് ചോദിച്ചാൽ അവന് ഹാപ്പി അല്ല. മറ്റതിന് മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സിനെ തുടങ്ങുന്നതിനെ കുറിച്ചായിരിക്കും അവനും ചിന്തിക്കുക. അവനും അതിൽ സാറ്റിസ്ഫിക്കേഷൻ അല്ല. അങ്ങനെ ആര് സാറ്റിസ്ഫിക്കേഷൻ അല്ല അവർക്ക് ഒരിക്കലും സന്തോഷവും കിട്ടില്ല. അപ്പം നമ്മൾ ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ നോക്കണ്ട. സന്തോഷം എന്നത് ഈ ജീവിതത്തിലില്ല. യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് സന്തുഷ്ടപ്പെടുക എന്നുള്ളത്. യഥാർത്ഥ നല്ല ജോലി എന്ന് പറയുന്നത് അവൻ്റെ ജോലി കൊണ്ട് അവൻ 5 നേരം അള്ളാഹുലേക്ക് നിസ്കരിക്കാനും ജമാഅത്ത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അവൻ്റെ ജോലി കൊണ്ട് അവന് സാധിക്കുന്നുണ്ടെങ്കിൽ, അവന് ദിക്ർ കൂടുതൽ പരലോകത്തിന് അവൻ്റെ സമയം കൊടുക്കാൻ അവൻ്റെ ജോലി കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയാണ് അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ജോലി. അതാണ് നമ്മൾ ഈ ദുനിയാവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കി വെറും പൈസ രാത്രി ഡ്യൂട്ടി, പകലില്ലാതെ നിസ്കാരമില്ലാതെ പൈസ ഒരുപാട് ഉണ്ടാക്കാനല്ല അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചത്. അള്ളാഹു നമ്മൾ ഈ ദുനിയാവിലേക്ക് അയച്ചത് പരലോകത്തിന് വേണ്ടി സമ്പാദിക്കാനാണ്. അതിന് ഒരു ജോലി വേണം. അങ്ങനെ ഒരു ജോലി അള്ളാഹു നമുക്ക് തന്നിരിക്കും. ആ ജോലിയിൽ കൊണ്ട് നമ്മൾ കൂടുതൽ സമ്പത്ത് പരലോകത്തിന് സമ്പാദിക്കാൻ ആർക്ക് സാധിക്കുന്നു അവനാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം കൊണ്ട് വിജയം നേടിയവൻ. അപ്പോൾ അത്തരം ജോലി ഇനി സൂപ്പർ മാർക്കറ്റിലായാലും ഗ്രോസറിയിലായാലും നിങ്ങൾക്ക് അള്ളാഹുവിനേക്ക് 5 വക്ത് ജമാഅത്തായി നിസ്കരിക്കാനും ഖുർആൻ ഓതാനും മറ്റുള്ളവരെ സഹായിക്കാനും സന്തോഷം കണ്ടെത്താനും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടീശ്വരനാണ്. അതുപോലെ ഒരുപാട് സാലറി കിട്ടുന്നുണ്ട്, നല്ല സമ്പത്തുണ്ട്, സ്ഥലം മേടിച്ച് വലിയ വീട് കെട്ടി, പക്ഷെ അവൻ സുബൈക്ക് പള്ളിക്കണിക്കാൻ കഴിയുന്നില്ല, നിസ്കരിക്കാൻ പോകുന്നില്ല, ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല, ഒന്നും അവൻ ദിവസം ഒരു അമലും ചെയ്യാതെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവൻ വെറും തോൽവിയാണ്. അവൻ്റെ സമ്പത്ത് അവൻ്റെ സമ്പത്ത് അവനെ നശിപ്പിച്ചു കളഞ്ഞു. അവൻ വെറും തോൽവിയാണ്. അവന് നിങ്ങൾ നോക്കുന്നത് പോലെ അവൻ വലിയ സമ്പന്നനല്ല. നിങ്ങളാണ് സമ്പന്നൻ. ദുനിയാവിനെ പരലോകത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ ആർക്കാണോ കഴിഞ്ഞത് അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ.